ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറി മേക്കിംഗ് ആപ്പിനെ കുറിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആവുമെന്നോ, നിങ്ങൾ അതിന്റെ സ്ക്രിപ്റ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തരും. ആ സ്റ്റോറി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായും ഫലപ്രദമായിരിക്കും. നിങ്ങൾക്കറിയാമോ ഞാൻ എന്തുകൊണ്ടാണ് AI ആപ്പ് സെലക്ട് ചെയ്തതെന്ന്? എനിക്ക് എഴുതാൻ മടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര എഴുത്തുള്ളൊരു കുട്ടിയല്ല. വായിക്കും, നല്ല എഴുതില്ല, ചിത്രം വരയ്ക്കും, പക്ഷെ എനിക്ക് എഴുത്തിന് മാത്രം അത്ര താല്പര്യമില്ല. ഞാൻ അപ്പോൾ ആ AI ആപ്പ് തിരഞ്ഞെടുത്തു. ഞാൻ എൻ്റെ ചിന്തകൾ അതിനോട് പറഞ്ഞു. അത് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നു. പക്ഷേ ഞാൻ അപ്പോഴാണ് അത് മനസ്സിലാക്കിയത്. അത് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ക്രിപ്റ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അത് കാരണം ഞാൻ അത് പിക്ടറി ആപ്പിൽ തന്നെ സേവ് ചെയ്ത് വെച്ചു. ഈ അബദ്ധം നിങ്ങൾക്കും പറ്റാതിരിക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പറഞ്ഞത് ഗൈസ്. മാത്രമല്ല, നിങ്ങൾക്ക് പിക്ടറി ആപ്പ് യൂസ് ചെയ്യണമെന്ന് എന്തുകൊണ്ടോ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാനാകും. എന്നാലും പറ്റാത്തവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അത് ആ പിക്ടറി ആപ്പിൽ തന്നെ സേവ് ചെയ്ത് വെക്കുക. പിക്ടറി ആപ്പ് നിങ്ങൾക്ക് ഗൂഗിളിലൊന്നും കിട്ടുകയില്ല. നിങ്ങൾക്ക് ആപ്പ് എവിടെ നിന്നാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് കിട്ടുന്നിടത്ത് പോയി എടുക്കുക. അതായത് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഒരു ആപ്പ് ഉണ്ടാവുമല്ലോ, ഗെറ്റ് ആപ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ആപ്പിലാണ് ഈ പിക്ടറി ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് കിട്ടുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മരത്തിന്റെ ആപ്പ് ആണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ആ ആപ്പ്